ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീക്കെൻഡാണ്, 2 ദിവസം മാർക്കറ്റ് അവധിയാണ്. പക്ഷേ നിക്ഷേപകരുടെ ചങ്കിൽ തീയാണ്. കാരണം ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്ന യുദ്ധം, ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലുമായി തുടങ്ങി വച്ചിരിക്കുന്ന യുദ്ധം വളരെയേറെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഗോള വിപണികളൊക്കെ തന്നെ ഇന്നലെ ഒരു 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 എന്താ പറയുക, വളരെയേറെ നെഗറ്റീവോട് കൂടിയാണ് അമേരിക്കൻ വിപണികളായാലും ഇന്ത്യൻ വിപണി ആയാലും ഒക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇനി തിങ്കളാഴ്ച വിപണി ഓപ്പൺ ആകുമ്പോൾ എങ്ങനെയായിരിക്കും അത് മാർക്കറ്റ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഏതായാലും ഇന്ത്യൻ മാർക്കറ്റും ചെറിയ ഷോർട്ട് ടേമിലൊരു നെഗറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് തീരട്ടെ, എത്രയും പെട്ടെന്ന് ചർച്ചകളിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഒരു വീക്കെൻഡ് റിസർച്ച് വീഡിയോ ആണ്. ആദ്യമായിട്ടുള്ളത് നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക. കാരണം ഈ സമയത്ത് ഈ ഒരു റിസർച്ച് അനാലിസിസിനും അതുപോലെ തന്നെ റിസൾട്ട് അനാലിസിസ് നടത്തി അതിൽ സ്റ്റോക്കുകൾ കണ്ടെത്തുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ടെൻഷൻ കുറച്ച് ദിവസം നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ വരും. അപ്പോൾ ആ കറക്ഷനിൽ എൻട്രി ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്, ഏറ്റവും പ്രധാനമുള്ളത് Q4 റിസൾട്ടുകളാണ്. ഈ കമ്പനികൾ പെർഫോമൻസ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ഒരു വർഷത്തെ റിസൾട്ടുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുവഴി അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏത് സെക്ടറിലും ഏത് സ്റ്റോക്കിലുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് വരുന്ന സമയത്ത് ഏത് സ്റ്റോക്കുകളാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പരിഗണിക്കേണ്ടത് എന്നുള്ളത് അറിയാൻ സാധിക്കും. അതിനുള്ള ഒരു അനാലിസിസ് കൂടിയാണിത്. Q4 റിസൾട്ടുകൾ പല സെക്ടറുകളിലായിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനും യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ ഒരു അനാലിസിസ് പബ്ലിഷ് ചെയ്യുകയാണ്. ഇത് ഹോസ്പിറ്റൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇന്ത്യയിലെ ഹോസ്പിറ്റൽ സെക്ടറിലുള്ള എല്ലാ കമ്പനികളും അല്ല, 4-5 കമ്പനികൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന, Q4ലും അതുപോലെ തന്നെ Q4ലും നന്നായി പെർഫോം ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന ചില കമ്പനികൾ എടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു സ്റ്റഡിയാണ്. ഇതിൽ ഞാൻ പഠിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റൽ, നാരായണ ഹൃദയാലയ, മാക്സ് ഹെൽത്ത് കെയർ, കിംസ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിംസ്, അതുതന്നെ ഗ്ലോബൽ ഹെൽത്ത്, റെയിൻബോ ചിൽഡ്രൻ, യത്രത്ത് ഹോസ്പിറ്റൽ. ഇത്രയും സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇത്രയും കമ്പനികളുടെ റിസൾട്ട് Q4ലായാലും ആനുവൽ റിസൾട്ടായാലും കുറച്ച് നന്നായി തോന്നി. അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കമ്പനികൾ എങ്ങനെയാണ്, മൊത്തം സെക്ടർ ഔട്ട്ലുക്ക് എങ്ങനെയാണ്, ഈ കമ്പനികളിൽ ഏതൊക്കെയാണ് നല്ല നല്ല പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സെക്ടർ എടുക്കാനും താല്പര്യമുണ്ട്. ഈ സെക്ടറിൽ നമുക്ക് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാനും ഒരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഈ സെക്ടറിലേക്ക് പതുക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഈവൻ FIIs അടക്കം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ട്സ് അടക്കം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അടക്കം വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു സെക്ടറിലേക്ക് പണം പമ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ ഹോസ്പിറ്റൽ കമ്പനികളുടെ വളർച്ചാ നിരക്ക് വളരെ കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു തരത്തിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് വിചാരിക്കും, ഇതൊന്നും ബിസിനസ് കണ്ടെത്തുന്നു എന്നുള്ളത്. പക്ഷേ ആസ് എ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം ഇതിനെ ചിന്തിക്കുക. ഈ ഹോസ്പിറ്റലിൻ്റെ ബിസിനസ് കൂടുന്നത് എന്നുള്ളത് നമ്മുടെ മനുഷ്യപരമായിട്ടുള്ള ചിന്തയിലൂടെ കൊണ്ടുപോകാതെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലേക്കായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് മാത്രം കാണുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു അനാലിസിസാണിത്. അല്ലാതെ വേറെ ഒരു നിറം ഇതിന് നിങ്ങൾ കൊടുക്കരുത്. ഇന്ത്യയിലെ ഹോസ്പിറ്റൽ കമ്പനികളുടെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത സ്പേസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷം കോടിയിലധികമാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ. 50ഓളം കമ്പനികൾ പല സെഗ്മെൻറ്റുകളിലായിട്ട് ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ അപ്പോളോ ഹോസ്പിറ്റലും അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത് കെയർ മാത്രം എടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനായി. അപ്പോൾ അത്രയും വലിയൊരു വാസ്റ്റ് സ്പേസാണ്. അതുപോലെ തന്നെ 24/7 ഓണായിരിക്കുന്നൊരു ഇൻഡസ്ട്രിയാണിത്. ഹോട്ടലൊക്കെ പോലെ തന്നെ ഹോസ്പിറ്റലും 24/7 ഓപ്പൺ ആയിരിക്കുന്നൊരു ഇൻഡസ്ട്രിയാണിത്. പിന്നെ മാത്രമല്ല, ഇൻകം കൂടി വരുന്നത് ജനങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനോടുള്ള ഒരു നല്ല ഹെൽത്ത് കെയർ കിട്ടണം, നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നുള്ള അറ്റൻഷൻ. ഈവൻ നമുക്ക് ഒരു സാധാരണ ഫാമിലിയിൽ നിന്നായാലും പോലും നമ്മൾ ഏറ്റവും നല്ല ഹെൽത്ത് കെയറും ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ നല്ല നല്ല ഹോസ്പിറ്റലുകളിലേക്ക്, അല്ലെങ്കിൽ ബ്രാൻഡഡ് ഹോസ്പിറ്റലുകളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയായിട്ടാണ് ഈ ഒരു ട്രെൻഡ് കാണിച്ചു വരുന്നത്. അതിന് പുറമെ സ്പെഷ്യലൈസ്ഡ് സർജറീസും കാര്യങ്ങളൊക്കെയാണ് ചില ഹോസ്പിറ്റലുകൾ, ചില ബ്രാൻഡഡ് ഹോസ്പിറ്റൽ, വളരെ ഫേമസ് ആയിട്ടുള്ള കാർഡിയാക് സർജൻ, അതുപോലെ തന്നെ ഇപ്പോൾ നാരായണ ഹൃദയാലയ, ദേ ആർ ഫേമസ് ഫോർ അവരുടെ കാർഡിയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. റെയിൻബോ ചിൽഡ്രൻ, അവർ പീഡിയാട്രിക് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പീഡിയാട്രിക് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ ഓരോ ഹോസ്പിറ്റലും, ഇപ്പോൾ കിംസ് ആയാലും എല്ലാ സെഗ്മെൻറ്റിലും ഓരോ ഇപ്പോൾ കിംസിന് അവരുടെ കാർഡിയാക് സയൻസ് അവർ ഫേമസ് ആണ്. നാരായണ ഹൃദയാലയക്ക് അവരുടെ കാർഡിയാക് ട്രീറ്റ്മെൻറ്റ് ഫേമസ് ആണ്. അതുപോലെ തന്നെ എംകോ ട്രീറ്റ്മെൻറ്റാണ് കിംസിന് ഫേമസ് ആയിട്ടുള്ളത്. ഇതൊക്കെ തന്നെ ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയും ഇവരുടെ സെയിൽസിലും ഒക്കെ തന്നെ
റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതിന് പുറമെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് റോക്ക് ആയാലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോറിൻ ഫണ്ടുകൾ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിംസിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. മാക്സ് ഹെൽത്ത് കെയറിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാക്സ് ഹെൽത്ത് കെയർ 750 രൂപയിൽ നിന്ന് ഇപ്പോൾ 1100 മുകളിലേക്ക് വന്നു. അതുപോലെ ചില പ്രശ്നങ്ങളുമുണ്ട്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്നൊരു സാധനമല്ല ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന് ലാൻഡ്, ബിൽഡിങ്, അവരുടെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു സെഗ്മെൻറ്റ് കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറേ ഹോസ്പിറ്റലുകൾ ഉണ്ടാവാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. മറ്റുള്ള ബിസിനസ് പോലെ എൻട്രി അത്ര ഈസി ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിന് കൂടുതൽ റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ വിസിബിലിറ്റി കൊടുക്കുന്നൊരു സെഗ്മെൻറ്റാണ്. അതിന് പുറമെ ഹോസ്പിറ്റൽ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ റെഗുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും പല അപ്രൂവലുകൾക്ക് ലൈസൻസിങ്ങിനൊക്കെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ അതും എൻട്രിയെ ബാധിക്കുന്നുണ്ട്. എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിനും അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതൊരു പോസിറ്റീവായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, നെഗറ്റീവായിട്ടാണ്. അതേപോലെ തന്നെ ആവറേജ് ഒരു ഇന്ത്യൻ ഫാമിലിയെ സംബന്ധിച്ചിട്ട് അവരിപ്പോഴും നമുക്ക് പല ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ അത്രമാത്രം അവെയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്, മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച്, മെഡിക്കൽ ക്ലെയിമിനെ കുറിച്ചൊക്കെ അത്രമാത്രം. ഏകദേശം ഇവരൊക്കെ ഈ ഒരു Q4 അനാലിസിസ് നടത്തിയതിന് ശേഷം പറയുകയാണെങ്കിൽ 25,000 മുതൽ 60,000 വരെയാണ് ഒരു ദിവസം ഒരു ബെഡിന് മുകളിൽ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 60% അവർ സ്വന്തമായിട്ട് തന്നെ പേഷ്യൻസ് തന്നെ പേ ചെയ്യാണ്. 40% അടുപ്പിച്ച് മാത്രമാണ് നമുക്ക് ക്ലെയിമുകളും മറ്റുമൊക്കെ കിട്ടുന്ന ആൾക്കാരുള്ളതും. ബാക്കി എല്ലാവരും തന്നെ, അതുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ സാധാരണ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഈവൻ ബാങ്ക്രപ്റ്റ് പോകുന്നത്. കാരണം അത്രമാത്രം എക്സ്പെൻസാണ്. മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 12-13% വേഗതയിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ചിട്ട് മെഡിക്കൽ എക്സ്പെൻസ് ഒരു വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണിപ്പോൾ. പക്ഷേ ഞാനിതിൻ്റെ മറ്റൊരു വശമാണ് പറയുന്നത്. ഹോസ്പിറ്റൽ കമ്പനികളെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് ചെയ്തതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ടറിൽ എങ്ങനെയാണ് നമുക്ക് പെർഫോം ചെയ്തതെന്ന് നോക്കാം. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 കമ്പനികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊന്ന് അപ്പോളോ, നാരായണ ഹൃദയാലയ, മാക്സ് ഹെൽത്ത് കെയർ, കിംസ്, ഗ്ലോബൽ ഹെൽത്ത്, റെയിൻബോ ചിൽഡ്രൻ, അതുപോലെ തന്നെ യത്രത്ത് ഹോസ്പിറ്റൽ. ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത്. ഇവരുടെ Q4 റിസൾട്ട് സ്ട്രോങ് ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് സ്ട്രോങ് ആയിരുന്നു. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ വിസിബിലിറ്റി എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ ഒരാളിലേക്കെങ്കിലും വീഡിയോ എത്തിച്ചു എന്ന് ഷെയർ ചെയ്തു അല്ലെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാതെ പോകരുത്. അതുപോലെ നമ്മളൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും അഡ്വൈസറി സർവീസുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൻ്റെ ബേസിലാണ് നമ്മുടെ അഡ്വൈസറി സർവീസസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മളോടൊപ്പം ചേർന്ന് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് നിങ്ങളെ സഹായിക്കാനും ഞങ്ങൾ റെഡിയാണ്. അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. അതുപോലെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ന്യൂസ് അപ്ഡേറ്റ്സുകളും നിങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള റിസർച്ച് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഹോസ്പിറ്റൽ സെക്ടറിൻ്റെ കാര്യം നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും അധികം എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പോളോ ഹോസ്പിറ്റൽ Q4 മാത്രം, അതായത് ജനുവരി 2025 മുതൽ മാർച്ച് 31 വരെയുള്ള 3 മാസത്തെ കാലയളവിൽ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് 5,592 കോടി രൂപയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 831 കോടി രൂപയും ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത് 15%, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 390 കോടിയുമാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5,592 കോടി രൂപയുടെ സെയിൽസ് നടന്നപ്പോൾ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് 390 കോടി രൂപ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 5% വർധനവും ഇയർ ഓൺ ഇയറിൽ 54% വർധനവുമാണ്. പല സെഗ്മെൻറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാലും ഇത്രമാത്രം റവന്യൂ വിസിബിലിറ്റി ഇല്ല എന്ന് പറയാം. കാരണം ഇയർ ഓൺ ഇയറിൽ 54% പ്രോഫിറ്റ് ഗ്രോത്തും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 5%, ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഇയർ ഓൺ ഇയറിൽ 100 ബേസിസ് പോയിൻറ്റ്, അതായത് 1% വർധനവാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 24% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ, ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 1%. അതുപോലെ തന്നെ റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 13%. എല്ലാ കമ്പനികളും നോക്കിക്കോളൂ നിങ്ങൾ.
ഇനി നാരായണ ഹൃദയാലയം എടുത്തു കഴിഞ്ഞാലും റവന്യൂവിൽ 15% ഇയർ ഓൺ ഇയർ വർധനവ്, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 8% വർധനവ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും 21% വർധനവാണ്. നാരായണ ഹൃദയാലയം നോക്കിക്കഴിഞ്ഞാൽ 1475 കോടി രൂപയുടെ സെയിൽസ് നടന്നപ്പോൾ 197 കോടി രൂപ നെറ്റ് പ്രോഫിറ്റാണ്. അതേസമയം 3%, 2%ഒക്കെ ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. ഇനി മാക്സ് ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സ് ഹെൽത്ത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്. അവരുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 1910 കോടി രൂപ, പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 310 കോടി രൂപയാണ്. അതായത് 34% വർധനമാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിൽ 27%-ൻ്റെയും ഗ്രോത്താണ്. നിങ്ങൾ ഈവൻ ലീഡിംഗ് ആയിട്ടുള്ള പല സെക്ടറുകളും എടുത്ത് നോക്കുന്ന സമയത്ത് ഈവൻ നമ്മൾ ചില അനാലിസിസുകൾ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചില സെക്ടറുകളിൽ നമ്മൾ ഈ ഫാൻസീഡ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും കാണിക്കുന്നത് അവരുടെ ഇയർ ഓൺ ഇയർ ഗ്രോത്തും സെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത്രമാത്രം ഫാൻസീഡ് അല്ല. സോ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ സ്വാഭാവികമായിട്ടും കറക്ഷൻ വരുന്ന സമയത്ത് വളരെയേറെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ വരും. പിന്നീട് അവിടുന്ന് തിരിച്ചു കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫാൻസീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, ചില ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ പോയിട്ട് ചാടാറുണ്ട്. പിന്നീട് അതിന് ശേഷം അത് until and unless if it is not a fundamental good company അത് തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുള്ള അവരുടെ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത് അവരുടെ റിസൾട്ടുകളാണ്. സോ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ചിലപ്പോൾ ഗ്രോത്ത് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഗ്രോത്ത് വിസിബിലിറ്റി ഇതൊക്കെ അനലൈസ് ചെയ്ത് മുഴുവനായിട്ട് നോക്കിയതിന് ശേഷമാണ് ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ സ്റ്റോക്കുകളുടെ കാര്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും കാണാൻ സാധിക്കും. ഇപ്പോൾ കിംസ് എടുത്തു കഴിഞ്ഞാൽ കിംസ് ഈ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കിടക്കാൻ കാരണവും ഇത് തന്നെയാണ്. അവരുടെ 797 കോടി രൂപയുടെ പ്രോഫിറ്റാണ്. 197 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായ സമയത്ത് 102 കോടി രൂപയാണ് അവർക്ക് പ്രോഫിറ്റായിട്ട് ഉണ്ടാക്കിയത്. അതായത് എന്നാൽ പോലും 15% നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും 55% നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ ഗ്രോത്തുമാണ് കിംസിന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിനിൽ 2% കുറവുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ 100 ബേസിസ് പോയിൻറ്റിൻ്റെ കുറവും വന്നിട്ടുണ്ട്. ഈ ഗ്ലോബൽ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാലും ഗ്ലോബൽ ഹെൽത്തും 931 കോടി രൂപയുടെ സെയിൽസും 101 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിലും ഗ്ലോബൽ ഹെൽത്തിന് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഞാൻ പറയാം. അതുകൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് വന്നിരിക്കുന്നത്. റെയിൻബോ ചിൽഡ്രൻ പീഡിയാട്രിക് സെഗ്മെൻറ്റ് കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലാണ്. 370 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായ സമയത്ത് 18 കോടി രൂപ 56 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കുറഞ്ഞു, പക്ഷേ ഇയർ ഓൺ ഇയറിൽ 10% അപ്സൈഡ് വന്നു. എത്രത്ത് ഹോസ്പിറ്റൽ നോക്കിയാലും 232 കോടി രൂപയുടെ റവന്യൂ, 39 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ്. മാർജിൻ നോക്കുക, നിങ്ങളെല്ലാവരും ഈ കമ്പനികളുടെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 15, 26, 29, കിംസിന് 25%. അതായത് 100 രൂപയുടെ സെയിൽസ് നടക്കുമ്പോൾ 25 രൂപ ഓപ്പറേറ്റിംഗ് മാർജിനാണ് കമ്പനിക്ക് കിട്ടുന്നത്. അതേസമയം അപ്പോളോ ഹോസ്പിറ്റൽ 15%, മാക്സ് ഹെൽത്തിനൊക്കെ 29% പ്രോഫിറ്റാണ്. അതായത് 100 രൂപയുടെ സെയിൽസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 100 രൂപയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് 30 രൂപ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ക്ലിയറായിട്ട് കമ്പനിക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് കിട്ടുകയാണ്. കിംസിന് 25%, ഗ്ലോബൽ ഹെൽത്തിന് 27%, റെയിൻബോ ചിൽഡ്രൻ 35%, എത്രസ് ഹോസ്പിറ്റലിന് 27%. ഞാൻ എപ്പോഴും ഫണ്ടമെൻ്റൽ വാല്യൂഷൻ നടത്തുന്ന സമയത്ത് അവരുടെ പ്രോഫിറ്റ് മാർജിൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം മാർജിൻ കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ്പാൻഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. അവർ കൂടുതൽ മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അത് അവരുടെ ബിസിനസ്സിൻ്റെ ഔട്ട്ലുക്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇനി ഇവരുടെയൊക്കെ 2024-ലെയും 2025-ലെയും പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. അത് നോക്കുന്ന സമയത്തും അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ റവന്യൂ നോക്കിയാൽ മതി. 21,794 കോടി രൂപ 2025 റവന്യൂ വന്നു. കഴിഞ്ഞ വർഷം വെറും 19,000 കോടി രൂപയാണ്. അതായത് എല്ലാവരുടെയും റവന്യൂ കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഹോസ്പിറ്റൽ ഈ ഒരു കമ്പനികളുടെ സെയിൽസ് ഗ്രോത്ത് കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പോളോ നാരായണ ഹൃദയാലയ 5,018 കോടിയിൽ നിന്നും 5,583 കോടി രൂപയായിട്ട് സെയിൽസ് വർദ്ധിച്ചു. കിംസ് 2,400 നിന്നും 3,334 കോടി രൂപ. ഗ്ലോബൽ ഹെൽത്ത് കെയർ 3,200 കോടിയിൽ നിന്നും 3,600 കോടി രൂപ. റെയിൻബോ ചിൽഡ്രൻ 1,200 നിന്നും 1,500 കോടി രൂപ. എത്രത്ത് ഹോസ്പിറ്റൽ 671 നിന്നും 881 കോടി രൂപ. മാർജിനും 13 നിന്നും 15, 25%, 31 നിന്നും 28, 26 നിന്നും 27, 27 നിന്നും 26, 36 നിന്നും 36, അതായത് 36. റെയിൻബോ ചിൽഡ്രൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ 36% കണ്ടിന്യൂ ചെയ്യാണ്.
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിയാലും 2400 കോടിയിൽ നിന്നും 3200 കോടി രൂപ, 1200 നിന്നും 1300 കോടി രൂപ, 1600 നിന്നും 2004 കോടി രൂപ, 661 കോടിയിൽ നിന്നും 815 കോടി രൂപ, ഗ്ലോബൽ ഹെൽത്ത് 884 കോടിയിൽ നിന്നും 957 കോടി രൂപ, റെയിൻബോ ചിൽഡ്രൻ 469 കോടിയിൽ നിന്നും 541 കോടി രൂപ, ഹെൽത്ത് കെയർ എത്രത്ത് ഹോസ്പിറ്റൽ 198 നിന്നും 236 കോടി രൂപ. ഇനി നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും കൂടി വരികയാണ്. കാരണം റെയിൻബോ ചിൽഡ്രൻ 36% ഓപ്പറേറ്റിംഗ് മാർജിനാണ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എത്രത്ത് ഹോസ്പിറ്റൽ 29-27. സോ ഒരു കമ്പനിയുടെയും അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഒഴികെ, അപ്പോളോ ഹോസ്പിറ്റലിന് പക്ഷേ സെയിൽസ് വളരെ കൂടുതലാണ്, 15% കുറവായിട്ടുള്ള മാർജിനുള്ള കമ്പനി ഇല്ല എന്നുള്ളതാണ്. സെയിൽസ് കൂടി വരുന്നു, മാർജിൻ കൂടി വരുന്നു, നെറ്റ് പ്രോഫിറ്റ് കൂടി വരുന്നു. ഈ മൂന്നും ഒരു ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡാണ്. ആ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ആ സെക്ടറിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡാണ് മനസ്സിലാക്കുക. ആ ട്രെൻഡ് ഞാൻ മുഴുവനായിട്ട് പറഞ്ഞില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 50ഓളം കമ്പനികൾ പല സെഗ്മെൻറ്റുകളിലായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിൽ തന്നെ. പക്ഷേ ഈ ഒരു 6 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനികളുടെയൊക്കെ തന്നെ സെയിൽസ് കൂടി വരുന്നു, ഈ കമ്പനികളുടെയൊക്കെ തന്നെ പ്രോഫിറ്റ് കൂടി വരുന്നു, മാർജിൻ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി Q4 റിസൾട്ടുകളുടെ കോൾ അറ്റൻഡ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഓരോ ഹോസ്പിറ്റൽ കമ്പനികളുടെയും പറഞ്ഞത് എന്താണെന്നുള്ളതാണ്. അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് അവർ ഫോക്കസ് ഹൈ കോംപ്ലക്സിറ്റി സ്പെഷ്യാലിറ്റിയിൽ നിന്നും അവർ മാറിയിട്ട് താഴോട്ട് വരുന്നു. അതായത് മറ്റുള്ള പല ഭാഗങ്ങളിലേക്കും പോകുന്നു. അതായത് കാർഡിയാക്, ഓൺകോളജി, ന്യൂറോ, ഓർത്തോ ഇതുപോലെ നിന്ന് മാറി. അത് മാത്രമല്ല, അവരുടെ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് അതൊക്കെ തന്നെ കുറഞ്ഞു പോകാൻ കാരണം മീൻസ് ബംഗ്ലാദേശിലുള്ള ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അതിന് പുറമെ അവരുടെ അപ്പോളോ ഹെൽത്ത് കമ്പനി അത് പ്രോഫിറ്റബിൾ ആയിരിക്കുന്നു. 3rd സ്ട്രാറ്റജിക് സ്ട്രേറ്റ് ക്വാർട്ടറിലാണ് ഒരു പ്രോഫിറ്റബിളായി വന്നിരുന്നത്. ഡിജിറ്റൽ ഹെൽത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഹെൽത്ത് ആപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 ലക്ഷത്തോളം യൂസേഴ്സ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 4300 ബെഡുകളുടെ എക്സ്പാൻഷൻ പ്ലാനുകളാണ് കമ്പനി. അത് മൊത്തമായിട്ടും ഒരു പൈസ പോലും കടമെടുക്കാതെ ഇൻറ്റേർണൽ അക്രൂവൽസ് വഴിയാണ് ഈ പറയുന്ന അപ്പോളോ ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ നടത്തുന്നതെന്നുള്ളതാണ്. ഇനി നാരായണ ഹൃദയാലയയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ ഡൊമസ്റ്റിക് ഹോസ്പിറ്റൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പോകുന്നു. ലാർജ് കപ്പാസിറ്റി അടുത്ത് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. ക്ലിനിക് അതുപോലെ തന്നെ ഇൻഷുറൻസ് വെർട്ടിക്കൽസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിലാണ്. 400 കോടി രൂപയുടെ എയർമാർക്കായിട്ടാണ് അടുത്ത 4 വർഷത്തേക്ക് അവർ പോകാൻ പോകുന്നത്. ക്ലിനിക്കുകൾ ബ്രേക്ക് ഈവൻ വെറും 24 മന്ത്, അതായത് 2 വർഷം കൊണ്ട് ക്ലിനിക്കുകൾ ബ്രേക്ക് ഈവനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ കേമൻ ഐലാൻഡ് ഹോസ്പിറ്റൽ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ഏകദേശം 45% ഇബിറ്റ മാർജിനുള്ളതാണത്. അതൊരു അവരെ ഏറ്റെടുക്കലോട് കൂടി ഒരു പുതിയ ഭാഗത്തേക്കാണ് നാരായണ ഹൃദയാലയ കടക്കുന്നത്. ഇനി ഗ്ലോബൽ ഹെൽത്ത് കെയർ അത് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യയിലെ ഫസ്റ്റ് കാർട്ടി സെൽ തെറാപ്പി, അതായത് മെട്രോക്ക് പുറമെ ലക്നൗ, ഗുഡ്ഗാവ് ഇവരുടെ സ്ഥലങ്ങളിലേക്ക് തന്നെ അഡ്വാൻസ്ഡ് ഓങ്കോളജി ടെക്നോളജിയൊക്കെ വ്യാപിപ്പിക്കുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റൽ പറ്റ്നയിലും അതുപോലെ തന്നെ ലക്നൌവിലൊക്കെ തന്നെ സ്ട്രോങ് മാർജിൻ 30% മാർജിൻ എബവ് ഉള്ള ഹോസ്പിറ്റലുകൾ ഡെവലപ്പ് ചെയ്യുന്നു. 1000-ലധികം ന്യൂ ബെഡ്സ് ആണ് 2 വർഷത്തിനുള്ളിൽ നോയിഡ, മുംബൈ, പിതാംപുര ആൻഡ് ഗുവാഹത്തി പോലുള്ള സ്ഥലങ്ങളിൽ ഗ്ലോബൽ ഹെൽത്ത് പ്ലാൻ ചെയ്യുന്നത്. ഇനി മാക്സ് ഹെൽത്ത് കെയറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ദ്വാരകയിലുള്ള അവരുടെ 200ഓളം ബെഡ് സ്പേസ് ഉള്ള ഹോസ്പിറ്റലിൻ്റെ ബ്രേക്ക് ഈവൺ ആയിരിക്കുന്നു. അടുത്ത 6 മാസം കൊണ്ടാണ് വെറും ഈ പറയുന്ന ബ്രേക്ക് ഈവണിലേക്ക് എത്തിയിരിക്കുന്നത്. 200 ബെഡാണ് ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലുള്ളത്. അവിടെയും ഒക്യുപ്പൻസി വളരെ കൂടുതലാണെന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പുതിയ സ്ഥലങ്ങളിലേക്കാണ്. അതായത് നെറ്റ്വർക്ക് ഇമ്പ്രൂവ് ചെയ്യുക, എഫിഷ്യൻസി കൂട്ടുക, ഇൻറ്റേർണൽ റീസ്ട്രക്ചറിങ്, ഇതൊക്കെ തന്നെ ക്യാഷ് ഫ്ലോ കൂട്ടാനുള്ള പദ്ധതികളാണ് കമ്പനി ആവിഷ്കരിക്കുന്നത്. മാക്സ് അതുപോലെ തന്നെ മാക്സ് ലാബ് വെർട്ടിക്കൽസ് അവരുടെ ആ ഒരു പല ഓൺലൈൻ പ്രസൻസും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. സർവീസ് കൂടുതൽ സിറ്റികളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സ് ഹെൽത്ത് കെയർ നിൽക്കുന്നു. ഇനി കിംസിൻ്റെ കാര്യം പറഞ്ഞാൽ KIMS കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവരിപ്പോൾ പുതുതായിട്ട് ഗുണ്ടൂർ, സംഗ്ലി, നാസിക്, കണ്ണൂർ അതുപോലെ തന്നെ കൊല്ലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. Tier 2 സിറ്റികൾ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂ ഹോസ്പിറ്റൽസ് കൂടുതൽ മാർജിനൽ ലോസസ് മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഷോർട്ട് ടേമിൽ. പക്ഷേ 1-2 വർഷം കൊണ്ട് 2026 കൂടി ഇവരുടെ പുതിയ ഹോസ്പിറ്റലുകളൊക്കെ തന്നെ മാർജിൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അവരുടെ ടെക്നോളജിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അഡ്വാൻസ്ഡ് ഇമാജിങ് റോബോട്ടിക് സർജറി, ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുതിയ യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇനി റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ
എക്സ്പാൻഷൻ കൂട്ടാൻ പോകുന്നു. ലോസ് മീൻസ് ഈ ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്ന ചെറിയ പെർഫോമൻസിന് കാരണം സീസണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഒബ്സ്ട്രിക്സ്, അതുപോലെ തന്നെ പീഡിയാട്രിക് സർജറി, ഇതൊക്കെ തന്നെ അവരുടെ സെഗ്മെൻറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ടെറിട്ടറി കെയർ, അതുപോലെ തന്നെ ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇവരുടെ ഒക്യുപ്പൻസി കൂടി വരുന്നു. ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് റവന്യൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഗ്ലോബൽ ഇഷ്യൂസ് ആണെന്നാണ് അവർ പറയുന്നത്. ബംഗ്ലാദേശും സുഡാനും ഒക്കെ തന്നെയുള്ള സ്ഥലങ്ങളിൽ IVF ഇങ്ങനെയുള്ള റീറ്റെയിൽ ഹെൽത്ത് ഗ്രോത്ത് ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കമ്പനി പറഞ്ഞത്. എത്രത്ത് ഹോസ്പിറ്റലിൻ്റെ കേസെടുത്താലും മെഡിക്കൽ ടൂറിസം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ, തജിസ്ഥാൻ, ആഫ്രിക്ക ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിന്നും സ്റ്റുഡൻറ്റ് ഇൻടേക്ക് വരുന്നുണ്ട്, പേഷ്യൻ്റ് ഇൻടേക്സ് വരുന്നുണ്ട്. അത് വരുന്ന സമയങ്ങളിൽ റവന്യൂ കൂടാനുള്ള സാധ്യത കമ്പനി കാണുന്നുണ്ട്. റവന്യൂ മിക്സ് നോക്കുന്നുണ്ട്. റവന്യൂ മിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കീമിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി കുറഞ്ഞു വരികയാണ്. 20% മാത്രമേ ഉള്ളൂ. കൂടുതലും പ്രൈവറ്റ് ആൾക്കാർ തന്നെയാണ് വരുന്നത്. ഫരീദാബാദ് ഹോസ്പിറ്റൽ ഏകദേശം 9% മാർജിൻ Q4 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വെറും 10% കൊണ്ട് 10 മാസം കൊണ്ടാണ് ഹോസ്പിറ്റൽ പ്രോഫിറ്റിലേക്ക് വരുന്നതെന്നുള്ളതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ, ചെറിയ ചെറിയ സിറ്റികളിൽ കൂടുതൽ കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഹോസ്പിറ്റലിൽ ശ്രമിക്കുന്നു എന്നാണ് അവരുടെ മാനേജ്മെൻറ്റ് കോൺകോളിൽ പറഞ്ഞത്. ഇനി ഹോസ്പിറ്റൽ സെക്ടറിൻ്റെ റവന്യൂ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 4 മാസത്തെ, അതായത് 2025-26 സാമ്പത്തിക വർഷം നടത്തിയിരിക്കുന്ന സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. നാരായണ ഹൃദയാലയയുടെ Q1 2024 1233 കോടി രൂപയാണ് അവർ റവന്യൂ ആയിട്ട് ഉണ്ടാക്കിയതെങ്കിൽ ഈ വർഷം 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ 1341 കോടി രൂപയായിരുന്നു. അതേസമയം 1341 കോടി രൂപ ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിൽ ലാഭം റവന്യൂ ഉണ്ടാക്കിയ സമയത്ത് നാലാമത്തെ ക്വാർട്ടർ എത്തുമ്പോഴേക്കും കമ്പനി 1475 കോടി രൂപയായിട്ട് ഉയർത്തി. Q4 മറ്റുള്ള കമ്പനിയുടെ ഒക്കെ തന്നെ റവന്യൂ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ, സെയിൽസ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോൾ മാക്സ് ഹെൽത്ത് ആയാലും ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ വർഷം 1543 കോടി രൂപയായിരുന്നു. അത് അവസാന ക്വാർട്ടർ എത്തുമ്പോഴേക്കും 1910 കോടി രൂപയായി. മൂന്നാമത്തെ ക്വാർട്ടറിലും 1868 കോടി രൂപയായിരുന്നു. 1770 കോടി രൂപയാണ്. അതായത് പടിപടിയായിട്ട് അവർ 4 ക്വാർട്ടറിലും സെയിൽസ് വർദ്ധിപ്പിക്കുകയാണ് മാക്സ് ഹെൽത്ത് ചെയ്തത്. ഇനി കിംസ് നോക്കിയാലും കിംസ് 688 കോടി രൂപയായിരുന്നു ഫസ്റ്റ് ക്വാർട്ടർ. സെക്കൻഡ് ക്വാർട്ടർ 957, തേർഡ് ക്വാർട്ടർ 943 കോടി രൂപ, ഫോർത്ത് ക്വാർട്ടർ എത്തുമ്പോഴേക്കും 931 കോടി രൂപ. ഇനി മേദാന്ത ഗ്ലോബൽ ഹെൽത്ത് നോക്കിയാൽ അവരുടെ 330 കോടി രൂപ, പിന്നീട് 417 കോടി രൂപ, പിന്നീട് 398 കോടി രൂപ, 370 കോടി രൂപ. Q4 അവർക്ക് 178 കോടി രൂപ, 232 കോടി രൂപ. സോ കണ്ടിന്യൂസ് ആയിട്ട് റവന്യൂ ട്രെൻഡ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു ഈ കമ്പനികളിൽ. അതുപോലെ തന്നെ ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ, പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ, ഇബിറ്റ നോക്കിയാൽ നാരായണ ഹൃദയാലയക്ക് 295 കോടി രൂപ Q4 2024 ഉണ്ടായിരുന്നു. പിന്നീട് അത് 304 കോടി രൂപ, പിന്നീട് 308, 307, 358 എത്തുന്നു. അതുപോലെ ഗ്ലോബൽ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ, മാക്സ് നോക്കിക്കഴിഞ്ഞാൽ 512 കോടി രൂപ ഇബിറ്റ കിട്ടുന്നു Q4. കിംസ് 198 കോടി രൂപ, മെദാന്ത അതായത് ഗ്ലോബൽ ഹെൽത്ത് 225 കോടി രൂപ, റെയിൻബോ 114 കോടി രൂപ, എത്രത്ത് 57 കോടി രൂപ. ഇവിടെയൊക്കെ തന്നെ ഒരു സ്റ്റേബിളായിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ ഇബിറ്റ മാർജിൻ വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇനി ഇവരുടെയൊക്കെ കപ്പാസിറ്റി എക്സ്പാൻഷൻ, ഈ ഒരു വലിയ ഗ്രോത്ത് കണ്ടിട്ട് തന്നെ ആവണം ഈ കമ്പനികളൊക്കെ തന്നെ വലിയ രീതിയിൽ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കിംസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരടുത്ത് തന്നെ ഈ അടുത്തായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലും കേരള, ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലാണ്. പുതിയ സ്ഥലങ്ങളിലേക്ക് ബാംഗ്ലൂർ ഒരു ഫുൾ സ്കെയിൽ ലോഞ്ചാണ്. താനെയിൽ പുതിയ പദ്ധതി ലൈനപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗ്ലോബൽ ഹെൽത്തിനെ സംബന്ധിച്ചിട്ട് 1000 ബെഡുള്ള 2 വർഷത്തിനുള്ളിൽ രണ്ട് ഹോസ്പിറ്റലാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോയിഡയിൽ 550 ബെഡ് ഗ്രീൻഫീൽഡ് എക്സ്പാൻഷനാണ്. അതുപോലെ തന്നെ മുംബൈയിൽ പിറ്റോംപുര, അതുപോലെ തന്നെ ഗുവാഹത്തിയിലൊക്കെ തന്നെ അവർ ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. മാക്സ് ഹെൽത്തിനെ സംബന്ധിച്ചിട്ട് 390 കോടി രൂപയാണ് Q4 അവർ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ട് 1500 പുതിയ ബെഡുകളാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. 3 മുതൽ 6 മാസം മുതൽ ഇത് കൊണ്ടുവരാൻ പോകുന്നു. പുതിയ ബ്രൗൺ ഫീൽഡും ഗ്രീൻ ഫീൽഡും, അതായത് പുതിയ ഹോസ്പിറ്റലുകളെ ഏറ്റെടുത്തുകൊണ്ടുള്ള വികസനവും അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഹോസ്പിറ്റലുകൾ തന്നെ നടത്തിക്കൊണ്ടുള്ള കാര്യങ്ങളുമാണ് മാക്സ് ഹെൽത്ത് പ്ലാൻ ചെയ്യുന്നത്. എത്രത്തിനെ സംബന്ധിച്ചിട്ട് 18 മുതൽ 24 മാസം കൊണ്ട്, അതായത് 2 വർഷം കൊണ്ട് ബ്രേക്ക് ഈവനിലേക്ക് പോകുന്ന ഹോസ്പിറ്റലാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അവർ പുതിയ ഹോസ്പിറ്റലുകൾ എക്വയർ ചെയ്തിട്ടുണ്ട്.
220 കോടി രൂപ ഡൽഹിയിലും NCRൽ 150 കോടി രൂപ ഫരീദാബാദിലും അവർ പുതിയ ഹോസ്പിറ്റലുകളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. നാരായണ ഹൃദയാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കെപ്പക്സ് മോഡറേറ്റ് ആണ്, അത്രമാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അവർ കൂടുതലായിട്ടും ക്ലിനിക്കുകളും ഇൻഷുറൻസ് ബിസിനസ്സുകളിലൊക്കെയാണ് കൊടുക്കുന്നത്. 400 കോടി രൂപയാണ് അടുത്ത 3 വർഷം മുതൽ 4 വർഷം വരെ അവർ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷനും അവർ പണം കണ്ടെത്താൻ പോകുന്നു. റെയിൻബോ ചിൽഡ്രനെ സംബന്ധിച്ചിട്ട് 3 മുതൽ 4 പുതിയ ഹോസ്പിറ്റലാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ രാജമൗണ്ട്രി, കോയമ്പത്തൂർ അതൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ 2 യൂണിറ്റുകൾ ബാംഗ്ലൂരുവിൽ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് 2026 ഈ സാമ്പത്തിക വർഷം കൊണ്ടുപോകാൻ വരുന്നു. ഇനി ഇവരുടെയൊക്കെ ഏർണിംഗ് കോളിൽ നിന്ന് മനസ്സിലായ മറ്റൊരു കാര്യം, മാക്സ് ഹെൽത്തിനെ സംബന്ധിച്ചിട്ട് ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് റവന്യൂ ഏകദേശം 28% മാക്സ് ഹെൽത്തിന് വരുന്നത്. അതായത് 202 കോടി രൂപ ഇൻ്റർനാഷണൽ പേഷ്യൻസ് മാത്രമാണ്, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവർ. ഇത് കുറച്ച് ഗ്ലോബൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശ്, യമൻ അവിടെ നിന്നുള്ള പേഷ്യൻസാണ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. യത്തനത്തിനെ സംബന്ധിച്ചിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് പുതിയ സെൻറ്റേഴ്സ് ആഫ്രിക്കയിലും സെൻട്രൽ ഏഷ്യയിലും ഒക്കെ തന്നെയാണ്. അവിടെ നിന്നുള്ള പേഷ്യൻസിൻ്റെ ഇൻടേക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു. മാക്സ് ഹെൽത്തിനെ സംബന്ധിച്ചിട്ട് 75% അവരുടെ ഒക്യുപ്പൻസി എന്ന് അവർ തന്നെ പറയുന്നു. പുതുതായിട്ട് വന്നിരിക്കുന്ന മാക്സ് നോയിഡ അവരുടെ ഒക്യുപ്പൻസി 78% ആണെന്നും കമ്പനി പറയുന്നു. ഒക്യുപ്പൻസി എന്ന് പറയുമ്പോൾ അത്രയും സമയം പേഷ്യൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. 78% ബെഡുകളും എപ്പോഴും ഫില്ലാണെന്നുള്ളതാണ്. നാരായണ ഹൃദയാലയം എന്ന് പറയുന്നതാണെങ്കിൽ കപ്പാസിറ്റി അഡീഷൻ കുറവായിട്ടാണ് അവർ നൽകുന്നത്. അവർ വളരെ ശ്രദ്ധിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. പുതിയ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് അവിടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യണം. അവർ അഗ്രസീവായിട്ടുള്ളൊരു മോഡിലേക്ക് നാരായണ ഹൃദയാലയ പോകുന്നില്ല. യത്രത്തിനെ സംബന്ധിച്ചിട്ട് ഒക്യുപ്പൻസി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവരുടെ ജാൻസി, ഓർക്ക, നോയിഡ എക്സ്റ്റൻഷനൊക്കെ തന്നെ വലിയ രീതിയിൽ സ്ട്രോങ് ഒക്യുപ്പൻസി കാണിക്കുന്നു എന്നാണ് കമ്പനി പറയുന്നത്. റെയിൻബോ ചിൽഡ്രനെ സംബന്ധിച്ചിട്ട് 46.5% ഒക്യുപ്പൻസി പേഷ്യൻ്റ് ഇൻടേക്സ്. അതുതന്നെ 52 മെച്യൂർ ഹോസ്പിറ്റലാണെങ്കിൽ 52.2% വരെ എത്തുന്നുണ്ട്. അതായത് 35.6% താഴെ അവർക്ക് ഒക്യുപ്പൻസി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് 67% ഉണ്ട്. മെട്രോ ഹോസ്പിറ്റലുകളിൽ 70% വരെ ഒക്യുപ്പൻസി വരുന്നു എന്നുള്ളതാണ്. സോ അവരുടെ ആവറേജ് റവന്യൂ പെർ ബെഡ് നോക്കിക്കഴിഞ്ഞാലും വളരെ സ്ട്രോങ് ആണ്. അതായത് അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് 65,369 രൂപയാണ് ഒരു ബെഡിൽ നിന്ന് അവർക്ക് ഏകദേശം ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. മാക്സ് ഹെൽത്തിനെ സംബന്ധിച്ചിട്ട് 77,100 രൂപയാണ്. യത്രത്തിനെ സംബന്ധിച്ചിട്ട് 31,441 രൂപ ഒരു ദിവസം ഒരു ബെഡിൽ നിന്ന് അവർക്ക് ആവറേജ് റവന്യൂ വരുന്നു എന്നുള്ളതാണ്. ഇനി ഗ്ലോബൽ ഹെൽത്തിനെ സംബന്ധിച്ചിട്ട് 63,629 രൂപ അവർക്ക് ഒരു ദിവസം ആവറേജ് ബെഡിൽ നിന്ന് വരുന്നു. റെയിൻബോയെ സംബന്ധിച്ചിട്ട് 58,057 രൂപ ഒരു ദിവസം ആവറേജ് റവന്യൂ വരുന്നു. അതായത് ഞാനിവിടെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയായിരുന്നു. ഇവരുടെയൊക്കെ റവന്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ Q4 റവന്യൂ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 5,592 കോടി രൂപയാണ് 90 ദിവസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു ദിവസം 62 കോടി രൂപയുടെ റവന്യൂ അപ്പോളോ ഹോസ്പിറ്റലിന് വരുന്നു എന്നുള്ളതാണ്. ഇനി നാരായണ ഹൃദയാലയം നോക്കിക്കഴിഞ്ഞാൽ 1,475 കോടി രൂപയാണ് 3 മാസത്തെ റവന്യൂ. അതായത് ഒരു ദിവസം ഏകദേശം 16 കോടിയോളം റവന്യൂ അവർക്ക് വരുന്നുണ്ട്. മാക്സ് ഹെൽത്ത് 1,910 കോടി രൂപയാണ് ഒരു ദിവസത്തെ റവന്യൂ എന്ന് പറഞ്ഞാൽ 221 കോടി രൂപ ആവറേജ് വരുന്നു എന്നുള്ളതാണ്. ഇനി കിംസിനെ നോക്കിയാലും 797 കോടി രൂപയാണ് ഒരു ദിവസം 8 കോടി രൂപയുടെ വരുമാനം അവർക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ ബ്രാൻഡഡ് ഹോസ്പിറ്റലുകൾ, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകൾ റവന്യൂവും സെയിൽസും പ്രോഫിറ്റും മാർജിനും ഒക്കെ തന്നെ കൂടി വരുന്നുണ്ട്. സോ ഈ ഒരു ഡിപ്പിൽ ഇങ്ങനെ വരുന്ന സ്റ്റോക്കുകളിൽ, അതായത് പ്രത്യേകിച്ചും മാക്സ് ഹെൽത്ത്, അതുപോലെ തന്നെ കിംസ്, റെയിൻബോ പോലുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന സ്റ്റോക്ക് ഹോസ്പിറ്റലായിട്ടുള്ള എത്രത്ത് പോലുള്ള കമ്പനികളിൽ നിക്ഷേപിക്കാം. അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് പ്രത്യേകിച്ചും ടെക്നിക്കൽസ് കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വരുന്ന യുദ്ധവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നല്ല കമ്പനികൾ സെലക്ട് ചെയ്യാവുന്നത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കിംസാണ്. നമുക്കിപ്പോൾ ഹോൾഡിങ്സ് ഉള്ളതും കിംസാണ്. അതുപോലെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ആസ്റ്റർ ഉണ്ട്. ആസ്റ്റർ ഞാൻ ഉൾക്കൊള്ളിക്കാതാണ്, കാരണം അതിലെ പല ഏറ്റെടുക്കലും മർജറൊക്കെ നടന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയത്. ആസ്റ്റർ നല്ലൊരു പിക്കായിരുന്നു. നമ്മൾ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. നമ്മുടെ ഫണ്ടമെൻ്റൽ പിക്കായിരുന്നു. നല്ല രീതിയിൽ റിട്ടേൺ നമ്മൾ നേടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയിലെ കിംസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ റെയിൻബോ ചിൽഡ്രൻ സ്വിംഗ് സ്കീമിൽ ഞാൻ 700-600 രൂപയ്ക്കൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള റിസർച്ച് ഐഡിയാസും അതുപോലെ തന്നെ പല സെക്ടറുകളുടെയും
റിസൾട്ട് അനാലിസിസുകൾ നമ്മൾ നടത്തുന്നുണ്ട് ക്ലയൻസിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഹോസ്പിറ്റൽ സെഗ്മെൻറ്റ് അടുത്ത 1-2 വർഷത്തേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും കമൻറ്റ് ബോക്സിൽ ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇതൊരു പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് വ്യൂ പോയിൻറ്റ് മാത്രമാണ്. ഇവിടുത്തെ കസ്റ്റമേഴ്സ് രോഗികളാണ്. ആ ഒരു മനുഷ്യത്വമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ഒരു രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. ആർക്കായാലും അസുഖം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകൾ എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖമുള്ളത് തന്നെയാണ്. ആ ഒരു രീതിയിൽ ആരും തന്നെ കാണരുത്. അപ്പോൾ ഹോസ്പിറ്റൽ കമ്പനികളുടെ Q4 റിസൾട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സോ നല്ല സ്റ്റോക്കുകൾ നോക്കിയിട്ട് കിംസ് പോലുള്ള സ്റ്റോക്കുകൾ, ഗ്ലോബൽ ഹെൽത്ത്, മീൻസ് റെയിൻബോ ചിൽഡ്രൻ, നാരായണ ഹൃദയാലയ, അപ്പോളോ, ഇതൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ നടത്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ സെക്ടർ അനാലിസിസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ സെക്ടർ അനാലിസിസുകൾക്ക് മറ്റുമായിട്ട് നമ്മളൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ എൻ്റെ അഡ്വൈസറി ബോർഡിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്